എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ആരാണ് റാമ്പ് വർക്കിലൊക്കെ നടന്നു വരുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം രണാസുനയാണ്. എന്തായാലും അഭിനയവും കഴിഞ്ഞ് അവസാനം മോഡലിങ്ങിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ രണാസുന. അപ്പോ വേറെ ആരുടെ കൂടെയും അല്ല, നമ്മുടെ ബോച്ചയുടെ കൂടെയാണ് നമ്മുടെ രണാസുന പുതിയ ഒരു എന്താ പറയാ പരിപാടിയായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു റാംബോക്കൊക്കെ ആയിട്ട് ബോച്ചയുടെ ഒപ്പം അങ്ങ് നടന്നു വരികയാണ്. നല്ല അടിപൊളി ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് കിട്ടില്ല ലുക്കിൽ രണാസുന വരികയാണ്. എന്താ അല്ലേ ഓരോരോ മാറ്റങ്ങളെ! ഇനി എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു. അയ്യോ, കണ്ട് 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 ഇതൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഞെട്ടലാണ് ഞെട്ടൽ. ഓരോ ദിവസവും രണാസുന പുതിയ പുതിയ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു അഭിനയം എന്നുള്ളത് ഒരു വരുമാന മാർഗമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്ന രണാസുന ഇപ്പോൾ ഇത് ഒരു പാഷനായി മാറിയിരിക്കുകയാണെന്ന് രണാസുന തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും പോട്ടെ, കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, അത് മതി. പക്ഷേ നമ്മുടെ കുറേയധികം ആൾക്കാർ ഈ പറയുന്ന രണാസുനയെ സപ്പോർട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ എന്നൊക്കെയുള്ള പരിഗണന ചിലർ കൊടുക്കുന്നുണ്ടെങ്കിലും രണാസുന ഇപ്പൊ അതൊക്കെ അങ്ങ് മറന്നു. പുള്ളിക്കാരി അങ്ങടെ ഏതോ മായാ ലോകത്താണ്. അഭിനയത്തിലേക്ക് അങ്ങ് എന്താ പറയാ, അഭിനയത്തിലേക്ക് എന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം അഭിനയം, അങ്ങനെ ഓരോരോ മോഡലിങ്. ഇപ്പൊ ദേ ഈ മോഡലിംഗ് ഒക്കെ നടത്തി വന്ന കണ്ടില്ല, ആരുടെ കൂടെയാ വരുന്നത്? നമ്മുടെ ബോച്ചയുടെ കൂടി. ഇനി ഇപ്പൊ രണാസുന പുതിയ പുതിയ എന്താ പറയാ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്താ പറയാന്ന് അറിയില്ല. എന്തായാലും രണാസുനയുടെ കഴിഞ്ഞ ദിവസം ഒരു തട്ടിപ്പ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലക്കി ഡ്രോയുടെ സംഭവമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം അവര് തന്നെ ആ ഒരു വീഡിയോ ഒക്കെ അവരുടെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെ ബോച്ചയുടെ കൂടെ അടുത്ത് എന്തോ ഉടായ്പായിട്ട് എത്തിയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്താണെങ്കിലും നല്ല രീതിയിലൊക്കെ കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക. അല്ലാതെ ഇതുപോലെ കുറെ റാംബോക്ക് അല്ലെ കുറെ മോഡലിംഗ് ഒന്നും ചെയ്ത് നടന്നിട്ട് ഒരു കാര്യമില്ല. വല്ല കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വല്ല അഭിനയിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 കാശുണ്ടാക്കാൻ നോക്ക്. കുടുംബം രക്ഷപ്പെടണ്ടേ? രണാസുന കാരണമാണ് രണാസുനയുടെ കുടുംബം കഴിയുന്നതെന്നാണ് രണാസുന പറയുന്നത്. അതായത് കിട്ടുന്ന വരുമാനം അതേപടി വീട്ടിൽ കൊണ്ട് ചെലവാക്കുകയാണ് എന്നൊക്കെ രണാസുന പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രണാസുനയ്ക്ക് ഏതോ ഒരു ജ്വല്ലറിയിൽ ഒരു മാലയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ, സ്വർണത്തിന്. എന്തായാലും ഒരു നല്ല കാര്യം. ഇങ്ങനെ ഒരു അഭിനയ രംഗത്തേക്ക് വന്നതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാ. സോഷ്യൽ മീഡിയയിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരേ ഒരു താരം എന്ന് പറയുന്നത് ആരാ? നമ്മുടെ രണാസുന. അപ്പോ ഗിഫ്റ്റുകളൊക്കെ കിട്ടാൻ തുടങ്ങി, സ്വർണമൊക്കെയാണ് കിട്ടുന്നത്. നല്ല കാര്യം, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അല്ലാതെ ഇതുപോലെ പേക്കൂത്തുകൾ കാണിച്ച് വൈറലാകുക നോക്കാതെ നല്ല നല്ല അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അല്ലാതെ ഇതുപോലത്തെ കുറെ പേക്കൂത്തുകളും കാണിച്ച് കുറെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കിടന്ന് എന്താ കാണിക്കുന്നത്? അയ്യോ, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആ പെണ്ണിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു, അവളെ വിറ്റ് കാശുണ്ടാക്കുന്നു. അയ്യോ, രണാസുനയുടെ ഫാൻസേ ഉള്ളു. ഫാൻസൊക്കെ കണ്ണു തുറന്ന് നോക്കിയിരുന്ന രണാസുനയുടെ പുതിയ പുതിയ മാറ്റങ്ങൾ